ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻ ഷീ. നമുക്കൊരു മധുര പച്ചടി ഉണ്ടാക്കിയെടുത്താലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ പൈനാപ്പിളും മുന്തിരിയും എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പൈനാപ്പിൾ ഇങ്ങോട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. തൈര്, അധികം പുളിയില്ലാത്ത തേങ്ങ, പിന്നെ ഈ തേങ്ങയിൽ നമുക്ക് കടുക്, ഒരു 2 പച്ചമുളകുണ്ട്, അതുപോലെ തന്നെ കടുക്, 1 ടീസ്പൂൺ കടുകുണ്ട്, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ. ഇത് നമുക്ക് അരച്ചെടുക്കാം. ഞാൻ അരക്കുമ്പോൾ ഈ തൈരും ചേർത്ത് അങ്ങ് അരച്ചെടുത്താൽ മതി. എന്നാൽ പിന്നെ വെള്ളം കൂടി പോകുന്നു പേടിക്കാനില്ല. അതുമാതിരി തൈര് ചേർത്തിട്ട് ഇത് അരച്ചെടുക്കുക. നന്നായി അരച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടി ചേർത്താൽ മതി. നമുക്ക് ഈ പൈനാപ്പിൾ വേവിപ്പിക്കാൻ വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പൈനാപ്പിൾ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ മുളകിൻ്റെ പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടി, ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്നും ഇതിൽ കിടന്ന് വേവട്ടെ. ഇത് വേവണം. ഇങ്ങനെ ചെറുതാക്കി പീസാക്കിയാൽ മതി. ഉണ്ടാവും. ഇപ്പം നമ്മളെ പൈനാപ്പിളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ച് കൊടുക്കുക. ഇതിന് തൈരും കൂട്ടി അരച്ചതാണ്. പിന്നെ ഇത് അരച്ച് വെച്ച പൈനാപ്പിൾ. പിന്നെ ഇനിയൊന്ന് പതച്ച് വരിക വേണ്ടുള്ളൂ. ഇങ്ങനെ ആക്കുമ്പോൾ തൈരും കൂട്ടി അരച്ചാൽ മതി. ഞാൻ ആദ്യം തൈര് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കില്ല. ഇതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അങ്ങനെ ചെയ്താൽ മതി. അപ്പം നമുക്ക് വെള്ളമൊന്നും കൂടി പോവില്ല. പിന്നെ പുളിയില്ലാത്ത തൈര് എടുത്താൽ മതി. ഞാൻ അവരെ വീട്ടിൽ പോയപ്പോൾ ഇത് കുറച്ചും കൂടെ ഉണ്ട്. അരപ്പും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അത് അരപ്പ് തന്നെയാണ്. കുറച്ചും കൂടെ പാത്രത്തിൽ ബാക്കി വന്നത്. ഇനി ഒന്ന് പതച്ച് വന്നാൽ മതി. അപ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചാൽ മതി. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുത്താൽ കടുക് പൊട്ടുന്നുണ്ട്. പച്ചടിയോടെ പതച്ച് വന്നിട്ടുണ്ട്. കടുക് ഫുള്ളായിട്ട് പൊട്ടണം. നല്ല ചൂടായ എണ്ണയിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ കടുക് നന്നായി പൊട്ടി വരും. നല്ലോണം പൊട്ടിക്കട്ടെ. നമുക്ക് എടുത്ത് വെച്ച മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് പൊട്ടി വന്നിട്ടുണ്ട് കടുക്. ഉള്ളി ചേർക്കാം. കറിവേപ്പില, ഇത് നേരെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു പച്ചടി ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി വെക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളെ പച്ചടി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ല മധുര പച്ചടി. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക.
നമ്മളൊക്കെ കല്യാണത്തിനൊക്കെ ഞാൻ എവിടെയെങ്കിലും സദ്യ ഉണ്ടെങ്കിൽ അവിടെ ഞാൻ ആദ്യം തിരഞ്ഞെടുക്കുക പൈനാപ്പിൾ പച്ചടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതന്നെ ആ മോര് ആ തൈര് തേങ്ങയിൽ കൂട്ടി അരക്കുന്നതും എനിക്ക് അവർ പറഞ്ഞു തന്നതാണ്. അതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത് കുറച്ചുകൂടെ കൂട്ടിൽ വെച്ചതാണ്. കുറച്ചായതിലിട്ട് കുറച്ചുകൂടെ ബാക്കി വെച്ചാൽ ഓക്കെ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം, ലൈക്ക് ചെയ്യും വേണം. ഓക്കെ, നല്ലൊരു പച്ചടിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ബൈ. ഞാൻ ഉണ്ടാക്കിയ അതേ രീതിയിലൊന്നും ഉണ്ടാക്കി വയ്ക്കുക. കുറച്ച് പൈനാപ്പിളൊക്കെ അരച്ചിട്ടിട്ട് നല്ലൊരു മധുരമൊക്കെ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ബൈ.